ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കാൻ വ്യൂ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അംബ്രല്ല കട്ടൊന്നും വെട്ടാതെ തന്നെ നല്ലൊരു ഫ്ലയേർഡ് പലാസോ പാൻസ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമുക്കിതിന് പറ്റിയൊരു ഷോർട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ മോൾക്ക് തന്നെയാണ്, അതായത് 5 വയസ്സായ മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം 1.5 മീറ്റർ ഫാബ്രിക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് പറ്റും. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1.3 മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം 23 ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് ഈ ഒരു പാൻറ്റിന് വേണ്ടത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. ലെങ്ത്ത് കൂടുതലുള്ള കുട്ടികൾക്ക് നമ്മളെങ്ങനെ കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 4 മടക്കി വെച്ചിരിക്കുകയാണ് തുണിയെ. അപ്പോൾ ലൈനിങ് സാറ്റിനും മെയിൻ ക്ലോത്ത് ജോർജറ്റും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാനത് ആ ടേബിളിലിട്ടിട്ട് കാണിച്ചു തരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ചെറിയൊരു ക്ലോത്ത് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഈ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന് നമ്മളിതാ നീളത്തിലും അതേപോലെ തന്നെ വീതിയിലും മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മളൊരു 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. താഴെ വരെ ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ വരയുടെ അപ്പുറത്തേക്കാണ് ഇനി നമ്മളെല്ലാ മാർക്കിങ്സും കൊടുക്കേണ്ടതെന്നൊന്ന് ഓർത്താൽ മതി. ഇനി ആദ്യമേ തന്നെ മുകളിൽ നിന്ന് നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് മാർക്ക് ചെയ്യാൻ കാരണം 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ലൈനിൽ നമ്മുടെ വേസ്റ്റ് അടയാളപ്പെടുത്തണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ ഹിപ്പ് റൗണ്ടാണ് കണക്കാക്കാൻ എടുക്കുന്നത്. ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസും കൂടി കിട്ടുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് ആ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ മെഷർ ചെയ്യുന്നത്. ഇനി ആ പോയിന്റിൽ നിന്നും താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് 3 ഇഞ്ച് ലൂസിങ് ചേർക്കുക. എന്നിട്ട് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ എന്നുള്ളതും പിന്നെ നമുക്ക് മടക്കി അടിക്കാനുള്ളതും കൂടി നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇനി നമ്മൾ ഈ ഒരു 4 ഇഞ്ച് നമ്മൾ ബാക്കിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ സെൻറ്ററിലേക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലയേർഡ് പലാസോ കട്ടിങ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെറിയ ക്ലോത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി മെയിൻ ക്ലോത്തിൽ ചെയ്ത് കാണിക്കാം. മെയിൻ ക്ലോത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ക്ലോത്തും അതേപോലെ തന്നെ സാറ്റിൻ ലൈനിങ്ങും നമ്മൾ 4 മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ഞാൻ താഴെ വരെ. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനെ ഒന്ന് ഇങ്ങനെ നീട്ടി വയ്ക്കുകയാണ്. എന്നിട്ട് ആ വരയുടെ അപ്പുറത്തേക്കാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാർക്കിങ്സ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ 2 ഇഞ്ച് വേണമെന്നില്ല. നമ്മൾ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. പക്ഷേ ബിഗിനേഴ്സൊക്കെ 2 ഇഞ്ച് മാർക്ക് ചെയ്തോളൂ. കാരണം മടക്കി അടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് വല്ലാണ്ട് കുറഞ്ഞു പോകും. ഇനി നമ്മൾ താഴേക്ക് പാൻറ്റിൻ്റെ റെഡി ആയി കഴിയുമ്പോഴുള്ള ലെങ്ത്ത് 23 ഇഞ്ച് പ്ലസ് ഒരു 2 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി 2 ഇഞ്ച് വേണമെന്നില്ല. പക്ഷെ നമ്മൾ ഇതിങ്ങനെ ചെരിച്ച് വെട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോകാതിരിക്കാനാണ് ഞാനവിടെ 2 ഇഞ്ച് കൊടുത്തത്. ഇനി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മൾ മുകളിലൊരു 2 ഇഞ്ച്, താഴെ 23 ഇഞ്ച്, വീണ്ടും താഴെ 2 ഇഞ്ച്, അങ്ങനെ 23ഉം 2ഉം 25 2ഉം 27 ഇഞ്ചാണ് ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ 27 ഇഞ്ചിൻ്റെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വേണം. അങ്ങനെ 54 ഇഞ്ച് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മളുടെ മെഷർമെൻറ്റ് വെച്ചിട്ടും ചെയ്തൂടെ. മുകളിൽ നമ്മൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് തന്നെയാണ് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 2 ഇഞ്ച് അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നു. താഴേക്ക് നമ്മളുടെ ലെങ്ത്ത്, പാൻറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. താഴെ മടക്കി അടിക്കാനുള്ളതും കൂടി കൊടുക്കുക. ഇതെല്ലാം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫാബ്രിക് വേണമെന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. പിന്നെ നമ്മൾ വേസ്റ്റിൻ്റെ അവിടുത്തെ മാർക്കിംഗ് ആണ് കൊടുക്കുന്നത്. അത് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തോട്ടാണ് കൊടുക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇലാസ്റ്റിക് കൊടുക്കുന്നത് കൊണ്ട് നമ്മളിവിടെ ഹിപ്പ് റൗണ്ടാണ് ഇതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 കണ്ടിട്ട് 2 ഇഞ്ച് ലൂസാണ് നമ്മൾ കൂട്ടേണ്ടത്. അതായത് ഇവിടെ എനിക്ക് കിട്ടുക 8.5 ഇഞ്ചാണ് കിട്ടുക. ഓക്കെ, ഇവിടെ ഹിപ്പ് റൗണ്ട് 26 ഇഞ്ചാണ്. അതേപോലെ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3 ഇഞ്ച് ലൂസാണ്. അപ്പോൾ എനിക്ക് 9.5 കിട്ടുക. എന്നിട്ട് നമ്മളൊരു 3 ഇഞ്ച് റൈറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അതിനുശേഷം
ഇതുപോലെ ഒന്നിങ്ങനെ ആം ഹോളൊക്കെ കർവ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തെടുത്തു. എന്നിട്ട് താഴെ വരെ നമ്മൾ വരച്ചെടുത്തു ചെരിച്ചിട്ട്. എന്നിട്ട് ബോട്ടം പാർട്ടിൽ നമ്മൾ അതിനെ ഒന്ന് ചെരിച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ആ ചെറിയ പേപ്പറിൽ ചെറിയ തുണിയിൽ ചെയ്തപ്പോൾ കാണിച്ച പോലെ തന്നെ ആ 4 ഇഞ്ചിൻ്റെ അവിടേക്ക് ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരയ്ക്കണം. അതിനുശേഷം ആ ഒരു എഡ്ജും കൂടി നമ്മളിതുപോലെ ബെൻഡ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് മുകളിലെ ബെൽറ്റ് പാർട്ടിലേക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതേപോലെ ഇതിലേക്ക് തന്നെ നമ്മൾ ലൈനിങ്ങിലേക്ക് നമ്മളുടെ മെയിൻ ക്ലോത്ത് ഒന്ന് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ച ശേഷം വേണം നമ്മളിതുപോലെ ക്രോച്ചുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാൻ. ഇതേപോലെ ഫ്രണ്ടും ബാക്കും നമ്മൾ ക്രോച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തു. അതുപോലെ ക്രോച്ചുകൾ 2 എണ്ണവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, അറേഞ്ച് വീതം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഫ്രണ്ടിലേക്ക് ഒരു പീസ് കിട്ടി, ബാക്കിലേക്ക് ഒരു പീസ് കിട്ടി. ഇനി വേണ്ടത് സൈഡുകൾ ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കാലിലേക്കും ക്രോച്ചിൻ്റെ അവിടെ നിന്ന് റൈറ്റ് കാലിലേക്കും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യായിരിക്കും കുറച്ചും കൂടി ചുളിവുകളൊന്നും ഇല്ലാതെ വരാൻ നല്ലത്. ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം ബെൽറ്റ് പോലെ അടിച്ചെടുക്കലാണ്. അതിനായിട്ട് ഞാനിവിടെ 2 ഇഞ്ച് കൊടുത്തത് കൊണ്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഇഞ്ച് ഇട്ടാലും മതി, കാരണം ഒരു 1/4 ഇഞ്ച് വീതം മടക്കി അടിച്ചാലും മതി. പക്ഷേ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളവർക്ക് നമ്മളങ്ങനെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് വരെ എന്നിട്ടൊരു 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇതേപോലെ ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ. എന്നിട്ട് ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഈ ഇലാസ്റ്റിക്കിനെ കയറ്റി അതിനുശേഷം ഇലാസ്റ്റിക്കിൻ്റെ ഇവിടെ ഞാനൊന്ന് ഇതുപോലെ കുറച്ച് സ്റ്റിച്ചസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് ഫിനിഷ് ചെയ്തിട്ടില്ല, കാരണം ആ മോള് വന്നിട്ടൊന്ന് ഇട്ട് നോക്കിയിട്ട് ചില ഇലാസ്റ്റിക് നന്നായിട്ട് വലിയും, ചില ഇലാസ്റ്റിക് വലിയില്ല. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, അരവണ്ണം, ഹിപ്പല്ല വേസ്റ്റ് റൗണ്ട്, എവിടെയാണോ പാൻറ് ഇടുന്നത് അവിടുത്തെ ഭാഗം, അതിന്നൊരു 3-4 ഇഞ്ച് നിങ്ങൾക്ക് കുറച്ചിട്ട് ഈ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. പക്ഷേ എപ്പോഴും ആൾ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അവർ ഒന്ന് ഇട്ട് നോക്കിയ ശേഷം നമ്മൾ ആ ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇലാസ്റ്റിക്കിൻ്റെ, അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ഇനി താഴെ ഒന്ന് മടക്കി അടിക്കുമ്പോൾ നമ്മളിവിടെ 2 ഇഞ്ച് മടക്കി അടിക്കാൻ വിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അംബ്രല കട്ട് പോലത്തെ തന്നെ ആയിരിക്കും താഴെ. അതുകൊണ്ട് 2 ഇഞ്ചിൽ മടക്കി അടിക്കണേക്കാട്ടിലും വളരെ ചെറുതാക്കിയിട്ട് മടക്കി അടിച്ചാൽ മതി. പക്ഷെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ നേരാക്കിയ ശേഷം അടിക്കുക. അതേപോലെ ഈ ഒരു ഇലാസ്റ്റിക് അവിടെ തന്നെ കറക്റ്റായിട്ട് നിൽക്കാൻ ഇതുപോലെ അതിൻ്റെ ഗ്യാദേഴ്സൊക്കെ കറക്റ്റ് ചെയ്ത ശേഷം ഒന്നിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കിലും നേരെ ഫ്രണ്ടിലും ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വേർട്ടിക്കലായിട്ട് സ്റ്റിച്ച് കൊടുത്താലും മതി. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിലും കുറച്ച് തുണിയിലും നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറുള്ള ഒരു പാൻറ്റ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഒന്ന് കയറിയിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ താങ്ക് യു.